മുങ്ങൽ വിദഗ്ധർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വിളിക്ക്. മുങ്ങലുകാരെല്ലാം വരും. ഇറങ്ങി നോക്കാം. വേഗമാട്ടെ. ബോഡി ഇവിടെ ഉണ്ടോന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങോട്ട് വാ. മാറിക്കണം. മാറിക്കണം. അങ്ങോട്ട് കേറിക്കണം. ഇവിടെ മാറി നിൽക്കാൻ. ഇവിടെ കയറി നിൽക്കാൻ പറഞ്ഞപ്പോ മാറി നിൽക്കാൻ. നമ്മുടെ ആളി മാറി. നെല്ലിക്കറി വരുന്നത് തോക്കം കിട്ടി. സാർ, ഇതാണ് ശവത്തിന്റെ കൂടെ കണ്ടെടുത്ത തോക്ക്. ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ അയച്ചേക്കും. യെസ് സർ. നടക്ക. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായില്ലേ? കുഞ്ഞെ, ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ് നീ വറിയത്.
മിസ്റ്റർ ദേവരാജൻ, നിങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കൊള്ളൂ. ഞാൻ കാടെടുത്ത് പിന്നാലെ വന്നോളാം. യെസ് സർ. നടക്കടോ. വെൽഡൺ മൈ ബോയ്. എന്താണ് എന്റെ പേര്? ജോണി. വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. സാർ, ഇതിനകത്തൊരു പെട്ടി. പെട്ടിയോ? വെളിയിലെടുക്കൂ. ഇവിടേക്ക്. എടുത്ത് അകത്ത് വെക്കട്ടെ സാർ. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? നിന്നെ പോലൊരു ധൈര്യശാലി വിശ്വസ്തനുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്താ സാർ? ഈ പണം കള്ളപ്പണമാണ്, ബ്ലാക്ക് മണി. ഇത് കണ്ടുകെട്ടുന്നത് ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർക്ക് ചേർന്നാൽ ഞാനും നീയും മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ പണം ഞാൻ ജോണി ഏൽപ്പിക്കാം. അടുത്ത ശനിയാഴ്ച പണവുമായി നീ എന്റെ വീട്ടിൽ വരണം. ധൈര്യമുണ്ടോ? ഞാൻ ചെയ്യാം സാർ. ഗുഡ്. നിനക്ക് മാന്യമായ ഒരു വിഹിതം ഞാൻ തരും. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇതിവിടെ നിന്ന് മാറ്റണം. ഇങ്ങനെ കൊണ്ടുപോകണ്ട. ആ ചാക്കെടുക്കും. നിന്റെ വീട് ഇവിടെ അടുത്താണ് സാർ. ശരി, പൊയ്ക്കൊള്ളൂ. ശരി സാർ. അവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നിട്ട് അല്പം ഇരട്ടിയിട്ട് പോയാൽ മതി. ശരി സാർ. നിൽക്കൂ. എന്നെ വഞ്ചിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അറിയാമോ? ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല സാർ. ശരി, പൊയ്ക്കൊള്ളൂ. ആരാ? ജോണിയാണോടാ? ഞാനാമ്മേ. എന്റെ പാറേ മാതാവേ, ഞാൻ വിചാരിച്ചു നിന്നെ ആ പോലീസുകാര് പിടിച്ചോണ്ട് പോയെന്ന്. നീ എവിടെ ആയിരുന്നടാ ചെറുക്ക? അമ്മ അറിഞ്ഞല്ലോ വിശേഷമൊക്കെ. വലിയ വിശേഷം. എന്നാലും ആ ഉണ്ണിത്താന്റെ കാര്യം കുറെ ഭയങ്കരമായി പോയി. നീ എന്തിനാടാ ചെറുക്ക ഈ ദുർബുദ്ധിക്കൊക്കെ പോണത്? അവര് വലിയ ആൾക്കാരാ, പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോരും. പിന്നെ നമുക്കിവിടെ കടക്കപ്പുറതിയുണ്ടോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്താ വറിയതിന്റെ സ്വഭാവം. ഓ പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞൊട്ടും. ജയിലിൽ കിടന്നുകൊണ്ട് ആരെ ഞൊട്ടാന്? കുറഞ്ഞത് 10 കൊല്ലമെങ്കിലും കഴിയാതെ രണ്ടും പുറത്തു വരാൻ പോകുന്നില്ല. കൊലപാതകമാ കേസ്. എടാ ചെറുക്ക, നിനക്കായി ഇൻസ്പെക്ടർ റഹ്മാനോട് പറയാൻ വയ്യായിരുന്നോ പട്ടണത്തിലെങ്ങാനോ ഒരു ചെറിയ ജോലി ശരിയാക്കി തരാൻ? ശരിയാക്കിയിട്ടുണ്ട്. എവിടാ? പോലീസിൽ. പിന്നെ 10ാം ക്ലാസ്സിൽ 3 കൊല്ലം മുട്ടയിട്ട നിനക്കാ പോലീസിൽ പണി. കയറി വടയർക്കാ കഞ്ഞി കുടിക്കാൻ. നോക്കി ഇരുന്നോണ്ടാ മതി, നിനക്ക് പോലീസിൽ പണി കിട്ടും.
വെറുതെ എന്തിനാ ഹോട്ടലിൽ ഒരു ദിവസം കിടന്നേ? അല്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്നെ ചെല്ലായിരുന്നല്ലേ? മധുവിനൂടെ കഴിച്ചിട്ട് പോരാമെന്ന് കരുതി. എന്റെ ഒരു യോഗം. നാട്ടിലിപ്പോ എന്താണ് മേളം? എന്ത് മേളം? ചാനാളുടെ കച്ചവടം കുറെ കുറഞ്ഞു കാണും, അത്ര തന്നെ. കുളിർന്നവൻ ചേർന്നിരുന്നു. ആശാനിലെടോ ഉള്ളി ഇറങ്ങി സാർ. എടോ വിൻസെന്റാശാനെ. ആ ഇതാര് പരമോ? താൻ ചത്തെന്നാണല്ലോ ഞാൻ ഓർത്തത്. ഞാനെങ്ങനെ ചാവൂടോ? ഈ സാധനം ഞാൻ സ്ഥലത്തിന് സംഘടിപ്പിച്ച് വന്നു. അപ്പൊ ഞാൻ കണ്ടിട്ട് തീരുമാനിച്ചു. ശരി. മാറി മാറി. എഞ്ചിൻ പണിയുണ്ട്. ഓ പിന്നെ 300 കിലോമീറ്റർ ഓടിയിട്ട് ഒരു ചുക്കും പറ്റിയിട്ടില്ല. കുതിരയായവൻ കുതിര. ഇതാണെങ്കിലും എനിക്ക് മുതലാവും. 30,000 രൂപ. അപ്പൊ തനിക്ക് വേണ്ടല്ലേ? ഞാൻ വേറെ ആണോ നോക്കോ? പിണങ്ങാതെ പരമു. നമ്മളിത് ആദ്യമൊന്നുമല്ലല്ലോ. തല്ലിപ്പൊളിച്ച് വിൽക്കുമ്പോ എന്നും എനിക്ക് നഷ്ടമാണ്. പിന്നെ ഒരു സ്നേഹം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ലൊടാക്ക് ഓടുകൂടോ? ഇവൻ പറക്കും. എന്നാ പിന്നെ പറഞ്ഞ തുകയും ഇതും കൂടെ ഞാൻ തരും. നിന്നെ സമ്മതിക്കണം. കൊണ്ടുപോയി തൊലക്ക്. കാണുന്നതാണ് സാഹിബിന്റെ തേയില ഫാക്ടറി. ഇതാണ് സാഹിബിന്റെ ബംഗ്ലാവ്. എങ്ങനെയുണ്ട്? എന്റെ പരദേവതേ. അവനെ സാഹിബിന്റെ അടുത്ത് മര്യാദക്കൊക്കെ പെരുമാറിക്കോണം. അനിഷ്ടം തോന്നിയ തട്ടിക്കളയാനും മടിക്കാത്തവനാ. പച്ച മലയാളം പോലും നേരെ ചൊവ്വേ പറയാനറിയാത്ത ഞാനിങ്ങനെ അവരുടെ അടുത്ത് ഇംഗ്ലീഷ് പറയുന്നേ. അതുകൊള്ള. അങ്ങേര് മലയാളിയാടി. ഡ്യൂപ്ലിക്കേറ്റ് സാഹിബ്. തള്ള മലയാളി, തന്ത സാഹിബ്. പിന്നെ ചില നേരത്ത് സായിപ്പന്മാരുടെ ഒരു ജാതി മറ്റേ സ്വഭാവം കാണിക്കും. നിന്റെ ദേഹത്തൊന്നും മുട്ടുകയോ തട്ടുകയൊക്കെ ചെയ്താ നീ കണ്ടില്ലെന്ന് വെച്ചേക്കും. ഒന്നും പേടിക്കാനില്ല, നീ വാ. Yes, come in. I am Paramu. You little bastard, you are still alive?
വാക്ക് പാലിക്കാൻ അറിയാം. സാറ് നമസ്കാരം. എന്തിനാ പേടിക്കുന്നേ? മോളുടെ പേരെന്താ? ഫൈമി. ഫൈമി നിന്റെ ആരാണ്? മൈ വൈഫ് ആൻഡ് യുവർ ആയ. ഇന്ന് മുതൽ മൈ വൈഫ് ആൻഡ് യുവർ ആയ. ഓക്കെ ഓക്കെ. ആന്റണി അന്നേ ഒന്ന് വളവ് സാറോടി. എന്താ? ഇവർക്ക് ആഹാരം കൊടുക്കുക. ശരി സാർ. നിങ്ങൾ ദൂരയാത്ര കഴിഞ്ഞ് വന്നിരിക്കല്ലേ, പോയി കുളിച്ചെന്തെങ്കിലും കഴിക്കും. പരമോ, നീ ഔട്ട് ഹൗസിൽ താമസിക്കണ്ട, ഇവിടെ തന്നെ താമസിച്ചു. ആയിക്കോട്ടെ. ചെല്ലുമോളെ, പോയി വല്ലതും കഴിക്കേ. പാവം വല്ലാതെ ക്ഷീണിച്ചിരിക്കും. അതെ അതെ. എനിക്കിനി കുളിക്കാനും പറിക്കാനൊന്നും വയ്യ. കുളിയൊക്കെ പിന്നെ ആകും. എനിക്കെന്തെങ്കിലും കഴിക്കണമെന്നേ. വേഷന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. എന്നാ ഇരി. ആന്റണി, എന്താടാ ആന്റണി നിനക്കൊരു ക്ഷീണം? അണ്ണം പോയ പിന്നെ ഒരു സുഖവും നാട്ടിൽ പോയ അണ്ണം കല്യാണമൊക്കെ കഴിച്ചല്ലേ? എത്ര ആളാളാ ഇങ്ങനെ ഒറ്റ കഴിയുന്നു. പിന്നെ എനിക്ക് ഈ റൊട്ടിയും കോപ്പൊന്നും വേണ്ട. ചോറുണ്ടെങ്കിൽ അഞ്ചാറ് എടുത്തുണ്ടോ? ചെല്ലേ ഇപ്പൊ കൂട്ട. മുട്ട വയ്ക്കും. മുട്ട സാഹിബിനെന്നെ വലിയ ഇഷ്ടായി അല്ലേ? കേട്ടില്ലേ എന്നെ മോളെന്ന് വിളിച്ചത്? അതങ്ങൾക്ക് മക്കളില്ലാത്തോണ്ടായിരിക്കും.